മൂലം നക്ഷത്രക്കാർക്ക് നമസ്കാരം. ഡിസംബർ 7 മുതൽ 13 വരെയുള്ള ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും? നമുക്കൊന്ന് നോക്കിയാലോ. ഈ ആഴ്ചയുടെ ഒരു പ്രധാന തീം എന്ന് പറയുന്നത് വേരുകളെ ബലപ്പെടുത്തുക എന്നതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ അടിത്തറ, അത് നിങ്ങളുടെ ജോലിയാകാം, കുടുംബമാകാം, എന്തുമാകട്ടെ, അതിനെയെല്ലാം കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള ഒരു സമയമാണിത്. അപ്പോ ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ വരുന്ന ആഴ്ചയിൽ മൊത്തത്തിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ എനർജി ലെവലൊക്കെ എങ്ങനെയായിരിക്കും? ഈ ആഴ്ച നിങ്ങളുടെ കോൺഫിഡൻസ് നല്ലപോലെ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നും. അത് വളരെ നല്ലൊരു കാര്യമാണല്ലേ? പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈയൊരു ആത്മവിശ്വാസത്തിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. പകരം ആ ഒരു പോസിറ്റീവ് എനർജി ഉപയോഗിച്ച് നന്നായി ആലോചിച്ച് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. വഴിയില് ചിലപ്പോൾ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നെന്നിരിക്കും. പക്ഷെ അതോർത്ത് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യാഴത്തിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ മറികടന്ന് നിങ്ങൾ മുന്നോട്ടു പോകും, ഉറപ്പാണ്. ശരി, അപ്പോ ഈ ഒരു കോൺഫിഡൻസും എനർജിയും ഒക്കെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും തൊഴിൽ രംഗത്തും എങ്ങനെയാണ് പ്രതിഫലിക്കാൻ പോകുന്നത്? നമുക്ക് അതിലേക്ക് കടക്കാം. പണത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച ഒരു ബാലൻസിംഗ് ആക്ട് വേണ്ടിവരും. ഒരു വശത്ത് നോക്കിയാൽ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പുതിയ അവസരങ്ങളൊക്കെ മുന്നിൽ വരും. പക്ഷേ മറുവശത്ത് അനാവശ്യമായി പണം ചെലവായി പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പണം കൈകാര്യം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ജോലിയുടെ കാര്യം. നിങ്ങൾക്ക് പുതിയ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അയ്യോ, ഇതൊരു അധിക ഭാരമായല്ലോ എന്ന് ചിന്തിക്കരുത്. നേരെ മറിച്ച് ഇത് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനും മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ നേടാനുമുള്ള ഒരു ഗംഭീര അവസരമായിട്ട് വേണം കാണാൻ. ഇത് നിങ്ങളുടെ കരിയറിലെ ഒരു പ്രധാന ചുവടുവയ്പായിരിക്കും. ഈ ആഴ്ച നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന് ഉറപ്പായും ഫലം കിട്ടും. ഏറ്റെടുക്കുന്ന ഓരോ പുതിയ കാര്യവും വിജയത്തിലേക്കുള്ള ഓരോ സ്റ്റെപ്പുകളായി മാറും, തീർച്ച. ഇനി ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യം നോക്കാം. നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കണം. പാർട്ട്ണർഷിപ്പിലൊക്കെ ആണെങ്കിൽ ഇടപാടുകളിൽ കുറച്ചുകൂടി ജാഗ്രത വേണം. മേലുദ്യോഗസ്ഥരുമായും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. അത് ഭാവിയിൽ ഗുണം ചെയ്യും. അപ്പോ ജോലിയുടെയും പണത്തിന്റെയുമൊക്കെ തിരക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടെ പേഴ്സണലായ കാര്യങ്ങളിലേക്ക് വരാം, അല്ലേ? നിങ്ങളുടെ കുടുംബം, ബന്ധങ്ങൾ, ആരോഗ്യം, അതൊക്കെ ഈ ആഴ്ച എങ്ങനെയായിരിക്കും? കുടുംബത്തിന്റെ കാര്യത്തിൽ ഒരു സന്തോഷവാർത്തയുണ്ട്. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും ഐക്യവുമൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറ്റുന്നത്ര സമയം പ്രിയപ്പെട്ടവരോടൊപ്പം ചെലവഴിക്കാൻ ശ്രമിക്കണം. അത് നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കും. പൊതുവെ ദാമ്പത്യ ജീവിതമൊക്കെ സന്തോഷകരമായിരിക്കും. എങ്കിലും ഇടയ്ക്ക് ചില വൈകാരികമായ കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. ആ സമയത്ത് വെറുതെ ആവശ്യമില്ലാത്ത തർക്കങ്ങളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോ പങ്കാളിയുമായി ഒരുമിച്ച് സമയം കിട്ടുന്നത് കുറവായിരിക്കാം. അപ്പോ ഉള്ള സമയം നന്നായി ഉപയോഗിക്കുക. ഇനി ആരോഗ്യത്തിന്റെ കാര്യം. ഈ ആഴ്ച നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിനാണ്. ശാരീരികമായ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ ജോലി സംബന്ധമായ ടെൻഷൻ കൂടാൻ സാധ്യതയുണ്ട്. അത് മാനസിക സമ്മർദ്ദമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഒരു അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അത് വരാതെ നോക്കുന്നതാണല്ലേ? അതുപോലെ ഈ ആഴ്ച മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ നിങ്ങൾ തന്നെ മുൻകൈയെടുക്കണം. ആവശ്യത്തിന് വിശ്രമിക്കുക, അല്ലെങ്കിൽ കുറച്ചുനേരം യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഗുണം ചെയ്യും. അപ്പോ ഇത്രയൊക്കെയാണ് കാര്യങ്ങള്. ഇനി ഈ ആഴ്ച ഒന്നുകൂടി സ്മൂത്താക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാക്കാൻ സഹായിക്കുന്ന ചില പരിഹാര മാർഗങ്ങൾ കൂടി നമുക്ക് നോക്കാം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. തടസ്സങ്ങൾ മാറാനായി ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതുപോലെ കേതുവിന്റെയും വ്യാഴത്തിന്റെയും പ്രീതി നേടാനായി ക്ഷേത്രദർശനം നടത്താം. പിന്നെ മഞ്ഞ, വെളുപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഈ ആഴ്ച നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. അപ്പോ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ഈ പറയുന്നതെല്ലാം വെറും വഴികാട്ടികൾ മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ തന്നെ തീരുമാനങ്ങളും പ്രവൃത്തികളുമാണ്. അപ്പോ നിങ്ങളുടെ വേരുകൾ ഉറപ്പിച്ച് ഈ കിട്ടിയ എനർജിയൊക്കെ വെച്ച് ഈ ആഴ്ചയെ നിങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ പോകുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.